കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് ആവേശമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിൽ വിജയിക്കെതിരെ കേസുണ്ടായിരിക്കുന്നു. 5 വകുപ്പുകൾ ചുമത്തി വിജയ് ഉൾപ്പെടെ 500 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗതാഗത കുരുക്കുണ്ടാക്കി, അനുവദിച്ചതിൽ കൂടുതൽ ഉച്ചഭാഷിണികൾ ഉപയോഗിച്ചു തുടങ്ങി വിവിധ ആരോപണങ്ങളാണ് താരത്തിനെതിരെ ഉള്ളത്. അതേസമയം വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലീസ് സുരക്ഷയൊരുക്കിയില്ലെന്ന് കാട്ടി TVK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അജയ് സുധ ബിജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അജയ്, കരൂർ ദുരന്തം നമുക്കറിയാം. ഇപ്പോഴും വിജയ് എത്തുന്ന ഓരോ ഇടങ്ങളിലും വലിയ ജനക്കൂട്ടമുണ്ട്. അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടാകുന്നു എന്നതാണ് TVK ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാട്ടി വിജയ്ക്കെതിരെ കേസെടുക്കുന്നു. ഇത് ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത് വലിയൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിലേക്കാണ് തമിഴ്നാട്ടിൽ ഇത്തരം റാലികൾ എല്ലാം നീങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ നാമനിർദ്ദേശ പത്രിക കൊളത്തൂരിൽ സമർപ്പിച്ചിരുന്നു. അപ്പോൾ സ്റ്റാലിൻ്റെ ഈ റാലി എന്ന് പറയുന്നത് വലിയൊരു ശക്തി പ്രകടനമായിട്ടാണ് ഈ റാലി കൊളത്തൂരിൽ എത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടവും അതുപോലെ തന്നെ ഓപ്പൺ ജീപ്പിലുള്ള സ്റ്റാലിൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാതയോരങ്ങളിലൂടെ നീങ്ങുന്നതുമെല്ലാം നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് വിജയ് ഇന്നലെ ഏതാണ്ട് 12-15 പെരമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 1:05 വിജയുടെ റാലി ഉണ്ടാകുന്നു. ഈ വിജയ് 2 മണിക്ക് ഒരു റാലി നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ പിന്നീട് ഇത് ഏതാണ്ട് 1 മണിക്കൂറോളം നേരത്തെയാക്കി 1:05 കൃത്യം ഈ റാലി തുടങ്ങുകയായിരുന്നു. അതിനുശേഷം വിജയ് ജനങ്ങളെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എന്നാൽ പോലീസ് നേരത്തെ വിജയ്ക്ക് ഈ ഓപ്പൺ ജീപ്പിൽ സഞ്ചരിക്കാനുള്ള അനുമതി അടക്കം നിഷേധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റാലിക്ക് പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ വിജയ്ക്കെതിരെ ഒരു പരാതി സമർപ്പിക്കുകയാണ് ചെയ്തത്. വിജയ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കാട്ടിയാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ പരാതിയിൽ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. വിജയ് ഉൾപ്പെടെ 500 പേർക്കെതിരെ 5 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വിജയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രധാനമായിട്ടും ഈ ഗതാഗത കുരുക്കുണ്ടാക്കി, അതുപോലെ അനുവദിച്ചിരുന്ന അളവിൽ കൂടുതൽ സ്പീക്കറുകൾ ഉപയോഗിച്ചു എന്നിവയാണ് വിജയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ. അതേസമയം TVK ഇതിനൊരു മറുവശം കൂടി ആരോപിക്കുന്നുണ്ട്. അതായത് ഈ ചെന്നൈ പോലീസ് ഒരു പക്ഷാഭേദപരമായിട്ടുള്ള കാര്യമാണ് TVKയോടും വിജയോടും കാണിക്കുന്നത്. കാര്യം വിജയ് കൃത്യം ഇത്തരം ഒരു റാലി ഉണ്ടാകും, അതിന് അനുമതി ഉൾപ്പെടെ തേടിയിരുന്നു. എന്നാൽ അനുമതി തേടിയിട്ടും പോലീസ് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല. ഇത് കാരണം വിജയുടെ വാഹനം ഗതാഗത കുരുക്കിൽ ഉൾപ്പെടുകയായിരുന്നു. ജനങ്ങൾക്കിടയിൽ നിന്ന് വിജയ്ക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിച്ചില്ല. ഇത് കാരണം ഈ വലിയ തോതിൽ ഏതാണ്ട് 2 മണിക്കൂറോളം വിജയ്ക്ക് ആൾക്കൂട്ടത്തിൽ നിൽക്കേണ്ടി വന്നു എന്നുള്ള പരാതികളാണ് TVK സമർപ്പിച്ചിരിക്കുന്നത്. സ്റ്റാലിന് ഓപ്പൺ ജീപ്പിൽ സഞ്ചരിക്കാനുള്ള അനുമതി കൊടുത്തിട്ടും വിജയ്ക്ക് കൊടുത്തില്ലെന്നും ആരോപണമുണ്ട്. എന്തായാലും പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ് തമിഴ്നാട്ടിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.